അത് കുത്തരി എന്ന് പറഞ്ഞാൽ എന്ത് പോകാത്തത്? തവിട് ഒരാശേഷം പോകാത്തത്. ഉമ്മി മാത്രമേ പോകുള്ളൂ. അത് തിന്നാനൊരു സുഖം ഉണ്ടാവില്ല. പക്ഷേ അത് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും, ഷുഗർ കുറയും. അതാണ് യഥാർത്ഥ ചോറ്. പഴയ കാലത്തെ ചോറ് കഴിച്ചാൽ തന്നെ പ്രമേയം ഉണ്ടാവില്ല. അക്കാലത്ത് പ്രമേയം ഉണ്ടാവും മുതലാളിമാർക്ക്. ഓലിക്ക് കുത്തിയാലും പൂതി തീരൂല. പെണ്ണുങ്ങൾ നിർത്തിയിട്ട് കുത്തിക്കഴിയാം. കുത്തിയിട്ട് എവിടെ എത്തണം? വെളുക്കണം. ഓലിക്ക് പ്രമേയം ഉണ്ടായിട്ടുണ്ട്. വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഒരടങ്ങായോ രണ്ടടങ്ങായോ നെല്ലാണ് കൂലിയിട്ട. അത് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഓട്ടിലിട്ട് വറുത്തിട്ട് അതൊന്ന് കുത്തിയിട്ട് ഉമി മാത്രം കളഞ്ഞ് കുട്ടിയൊക്കെ കഞ്ഞിയും ചോറും വെച്ച് കൊടുക്കുന്നു. പഴയ കാലത്തെ സാധുക്കളായ മനുഷ്യന്മാർ അവർക്ക് ഭക്ഷണത്തിൽ എന്തുണ്ടാവും? പള്ള നിറച്ച് എന്തുണ്ടാവും? തവിടുണ്ടാവും. അവർക്ക് രോഗം ഉണ്ടാവില്ല. ഇത് വെളുപ്പിച്ച് പെണ്ണുങ്ങളെ കുത്തിക്കണ പെണ്ണുങ്ങളെ നിർത്തിയിട്ട് കുത്തിക്കും മുതലാളിമാർ. അവർക്ക് ഷുഗറും ഉണ്ടാവും. കാരണം അവർക്ക് എന്ത് കിട്ടൂല? തവിട് കിട്ടൂല. ആ കുത്തിയ തവിട് പിന്നെ പോത്തിന് കൊടുക്കും. പോത്തിനാണ് പിന്നെ ആരോഗ്യം ഉണ്ടാവുക. കാക്ക എന്നുള്ള പോത്തിന് ഉണ്ടാവില്ല. കാക്ക വളർത്തുന്ന പോത്തിന് ആരോഗ്യം ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ ചിന്തിക്കാം. തവിട് കളഞ്ഞ ഒരു അരി കഴിക്കാൻ ചെയ്യേണ്ടത്. തവിട് കളഞ്ഞത് ഇതൊന്നുമല്ല. നമ്മളെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യം തവിട് കളഞ്ഞ അരി കേരളത്തിൽ നിയന്ത്രിക്കുക. എന്നാൽ കേരളക്കാർ നമ്മളേതായാലും ചോറ് കഴിക്കൂല. കേരളക്കാരെ പ്രധാന ഭക്ഷണം എന്താ? ചോറല്ലേ? അതെ. നമ്മൾ എന്താണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നാൽ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വരുന്ന തവിടില്ലാത്ത അരി നിരോധിക്കണം. തവിടില്ലാത്ത ഒരരിയും കേരളത്തിൽ വിൽക്കാൻ പാടില്ല, നിരോധിക്കുക. ഒരു 4 കൊല്ലം കൊണ്ട് നമ്മളെ അവസ്ഥ തിരിച്ചു വരും. ഈ സർക്കാർ താഴെ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന് ഫലം കാണും. ഈ ഡയാലിസിസ് സെൻ്ററുകൾ ഇങ്ങനെ കൂട്ടേണ്ട ആവശ്യം പിന്നെ നമുക്ക് വരില്ല. ഇന്നിപ്പോൾ ഡയാലിസിസ് സെൻ്റർ കൂടുക. എന്താ കാരണം? പ്രമേയം കൂടി, കിഡ്നി പോയി. ഷുഗറിനേക്കാൾ പ്രശ്നം ഷുഗറിന് കഴിക്കുന്ന ഗുളിക. ഷുഗറിന് കഴിക്കുന്ന ഗുളിക വളരെ അപകടകരമാണ്. ഷുഗറിനേക്കാൾ അപകടകരമാണ് ഷുഗറിന് കഴിക്കുന്ന ഗുളിക. കരുത്ത് പൂർണ്ണമായി നഷ്ടപ്പെടുത്തും. അപ്പം ഇതൊക്കെ വളരെ നമ്മൾ മനസ്സിലാക്കണം, നല്ലോണം മനസ്സിലാക്കണം, നല്ലോണം ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വൈറ്റ് റൈസ് കഴിക്കരുത്. അത് കേരള സർക്കാർ നിരോധിക്കണം. കേരള സർക്കാർ കേരളത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ, ഈ സർക്കാർ കുറേ പാലൊന്നും കെട്ടണ്ട. ഇവിടെ പാലൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അതൊക്കെ അത്യാവശ്യത്തിന് ഇവിടെ പാലമുണ്ട്, അത്യാവശ്യത്തിന് ഇവിടെ റോഡുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ആകെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ. തമിഴ്നാട് ആന്ധ്രയിൽ നിന്നാണല്ലോ ഇപ്പോൾ ഇവിടെ അരി വരിക. ഈ അരിയിൽ എന്തുണ്ടാകാൻ പാടില്ല? വൈറ്റ് റൈസായ കേരളം തിരിച്ചു കൊടുക്കും. ഉമി മാത്രം കളഞ്ഞ അരിന് കൊണ്ടുവരിക കേരളത്തിൽ. അത് ഒരു കൊല്ലം കേരളത്തിൽ കഴിച്ചാൽ കേരളത്തിലെ പ്രമേഹ രോഗികൾ പൗതിയാവും. ഇന്ന് പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണ് കേരളം. എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കേരളം രോഗങ്ങളുടെ തലസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് പാലവും റോഡും ഉണ്ടാക്കുന്നതല്ല, യൂണിവേഴ്സിറ്റി അല്ല. ഇവിടെയൊക്കെ മനുഷ്യന്മാർക്ക് ആരോഗ്യം വേണ്ടടൂ. ഇവിടെ യൂണിവേഴ്സിറ്റിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഇവിടെ വിമാനത്താവളം ആവശ്യത്തിനുണ്ട്. ഇങ്ങനെ വിമാനത്താവളം നാടായതാ. ഇത്ര പോകുന്ന നാട്ടിലാണ് എത്ര വിമാനത്താവളം? തിരുവനന്തപുരത്ത് വിമാനത്താവളം, കൊച്ചി വിമാനത്താവളം, കരിപ്പൂർ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം, ഇപ്പോൾ ഇതാ കാസർഗോഡ് അടുത്ത വിമാനത്താവളം, വയനാട് പോയി. അപ്പം ഇത്ര പോകുന്ന നാട്ടിൽ ഒരു ആകെയുള്ള ഒരു പഴയ ഇത്ര പോകുന്നൊരു വൈദ്യ കുമ്പളങ്ങൻ്റെ അത്രയേ ഉള്ളൂ കേരളം. അതിലാണ് ഇപ്പം ഈ കാണുന്ന വിമാനത്താവളമൊക്കെ. ഇനി ഇവിടെ വിമാനത്താവളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ പുതിയ റോഡും തോടും ഒന്നും ഉണ്ടാക്കണ്ട. 44 പുഴ ഉണ്ട് കേരളത്തിൽ. ഇനി ഒരു പുഴ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ആരോഗ്യമാണ് മനുഷ്യന് വേണ്ടത്. മനസ്സിലായില്ലേ? ആരോഗ്യം നിയന്ത്രിക്കാൻ എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? വൈറ്റ് റൈസ് കേരളത്തിൽ നിരോധിക്കുക. ഇത് മാത്രം നിരോധിച്ചാൽ മതി. വൈറ്റ് റൈസ് നിരോധിച്ചാൽ തന്നെ കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം പകുതിയായി കുറയും. ഉറപ്പ്, യാതൊരു സംശയം. അത് പറ്റൂല. എൻ്റെ മുഖ്യമന്ത്രി ഇന്ന് മുതൽ പ്രഖ്യാപിക്കണം, കേരളത്തിൽ എൻ്റെ നാട്ടിൽ ഒരാളും വെളുത്ത അരി കഴിക്കാൻ പാടില്ല. അതിൻ്റെ പേരിൽ അയാൾക്ക് അധികാരം നഷ്ടപ്പെട്ടോട്ടെ. കേരളത്തിൽ എക്കാലത്തും അയാൾ ഓർക്കും. കാരണം ഇതുപോലത്തെ നന്മ ഇനി വരാനില്ല.
ഈ സർക്കാർ ചെയ്യേണ്ടത് വൈറ്റ് റൈസ് കേരളത്തിൽ നിരോധിക്കുക തന്നെ വേണം. അല്ലാതെ ഡയാലിസിസ് സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അതിൻ്റെ ഉദ്ഘാടനത്തിന് വരികയല്ല വേണ്ടത്. അത് ഞങ്ങൾ വരൂല എന്ന് പറയണം. കാരണം ഡയാലിസിസ് സെൻറ്റർ അധികരിക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയല്ല, ആ രാജ്യത്തിൻ്റെ അധോഗതിയാണ്. ആണോ അല്ല? നിങ്ങൾ പറയും ഡയബറ്റീഷ്യന്മാർ അധികരിക്കുക, രോഗികൾ പ്രധാനപ്പെട്ട ഡോക്ടർമാർക്ക് മുഴുവൻ പ്രമേയം ചികിത്സിക്കുന്ന പണിയാക്കുക. പിന്നെ നിങ്ങൾ പോയി നോക്കി, നിങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി നോക്കി, അവിടെ കൂടുതൽ വിൽക്കുന്ന ഗുളിക എന്തിൻ്റെ ആയിരിക്കും? ഷുഗറിൻ്റെ ഗുളിക. പിന്നെ നാട് മുഴുവനും ഡയാലിസിസ് സെൻ്ററുകൾ. ഇത് പകുതിയാക്കി കുറക്കാൻ 5 കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രി സതീശനെ കഴിയും. കേരളത്തിൽ എന്ത് നിയന്ത്രിക്കാം? വൈറ്റ് റൈസ് നിയന്ത്രിക്കാം. തവിടില്ലാത്ത അതും അടിച്ച് എന്താ പറയുക, പെയിൻ്റ് അടിച്ച് വരരുത് കേരളത്തിലേക്ക്. അവരെ ജയിലിലിടണം. അരിയിൽ പെയിൻ്റ് അടിച്ചവനെ അരിയിലേക്ക് തവിടിൻ്റെ കളർ പെയിൻ്റ് അടിച്ച് കൂട്ടിച്ച ആളുകൾ അവരെ ഉടനെ അവരെ പുറത്ത് വിടരുത്. അവർ ഇരുമ്പ് മറൻ്റെ ഉള്ളിലാക്കണം. അവരെ പിടിച്ച് ജയിലിലിടണം. മനുഷ്യന് ആരോഗ്യം വേണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം. ഏറ്റവും ചുരുങ്ങിയതാണ് കേരളം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം തുരങ്ക റോഡല്ല. തുരങ്കൊക്കെ എമ്പാട് ഇവിടെ ഉണ്ടായി. ഇപ്പം എന്തൊക്കെയാ തുരങ്കത്തിൽ കൂടെ പോകണം, മനുഷ്യന്മാർ വേണ്ടേ? എടാ, തുരങ്കത്ത് പോയി നോക്കണമെങ്കിൽ നിനക്ക് മര്യാദയ്ക്ക് ആസ്തമല്ലാതെ നടക്കാൻ കഴിയണ്ടേ? ഇനിയിപ്പോൾ ഇവിടെ തുരങ്ക റോഡ് വരിക, എങ്ങനെ ചെയ്യാം? അവിടെ പോയി നോക്കാം, എനിക്ക് ബലിവല്ലേ? നമ്മൾ തുരങ്ക റോഡൊന്നല്ല ഇപ്പോൾ മുഖ്യമന്ത്രി സതീശൻ ഉണ്ടാക്കേണ്ടത്. മുഖ്യമന്ത്രിയോട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന, മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കേരളത്തിൽ ഇന്ന് മുതൽ വൈറ്റ് റൈസ് നിരോധിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. തവിടില്ലാത്ത ഒരരിയും എൻ്റെ നാട്ടിൽ പാടില്ല. അതിൻ്റെ പേര് എന്ത് പ്രശ്നം? ജനങ്ങൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യമില്ല. ജനങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം ഇടൂ? സ്വന്തം വിഷം കുടിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് സ്വാതന്ത്ര്യമല്ലേ? ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ മുന്നിൽ വെച്ച് വിഷം കുടിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? എന്ത് സ്വാതന്ത്ര്യമുണ്ട്? ഞങ്ങളില്ലാത്തടത്തല്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷം കുടിക്കുക, അടിച്ചിട്ട് അണ്ണി ഞങ്ങൾ കളയും. എന്താണ് മനുഷ്യന്മാരെ മുന്നിലിട്ട് വിഷം കുടിക്കുക? എന്താണ് വിചാരിച്ച്? ഒരു മനുഷ്യനെ കൊല്ലുകയാണിത്. അപ്പം ഇതിന് തയ്യാറാകണം. ഇപ്പം ചക്കയെക്കുറിച്ച് ഉള്ള പഠനം എന്താ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പുറത്തു വന്നു 2025. ചക്ക കൊളസ്ട്രോൾ ഇല്ലാതെയാക്കും. പച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകതരം പോളിസാക്കറൈഡുകളും ഫൈറ്റോകെമിക്കലുകളും ശരീരത്തിലൂടെ ലിപ്പിഡ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേകമായി സഹായിക്കും. കൊളസ്ട്രോൾ ഇല്ലാതെയാക്കും എന്നർത്ഥം. അതായത് പച്ചക്കയിൽ അടങ്ങിയിട്ടുള്ള പോളിസാക്കറൈഡുകൾ, ഫൈറ്റോകെമിക്കലുകൾ, ഇത് ശരീരത്തിലെ കൊഴുപ്പ്, അതായത് ലിപ്പിഡ് മെറ്റബോളിസം, അത് നിയന്ത്രിക്കുന്നതിൽ വലിയ ഘടകം എന്തിനുണ്ട്? പച്ചച്ചക്കുണ്ട് എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം കണ്ടെത്തി. ചക്കയിലെ ഉയർന്ന നാരുകൾ ദഹനനാളത്തിൽ വെച്ച് കൊളസ്ട്രോളുമായി ഒട്ടിപ്പിടിക്കുകയും അവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് തടയുകയും ചെയ്യും. അപ്പോൾ കൊളസ്ട്രോളിന് ശരീരത്തിൽ വ്യാപരിക്കാൻ കഴിയില്ല. എന്ത് കഴിക്കുമ്പോൾ? ചക്ക കഴിച്ചാൽ. ചക്കയിലെ ഫ്ലേവനോയിഡുകൾ കരളിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയും. ഇത് ഹാർട്ട് അറ്റാക്കിനെ നിയന്ത്രിക്കും. പഴയ കാലത്തില്ലല്ലോ, ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് വരെ ഹാർട്ട് അറ്റാക്കാണ്. ഒരു കാലത്ത് പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തതാണ് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് വരെ ഹാർട്ട് അറ്റാക്ക്. So why is rehabilitation necessary for schizophrenia? Schizophrenia is a serious mental health disorder that affects different people in various degrees. Depending on the severity, the disorder can affect an individual's hygiene, functioning, perception of reality, social interaction, and so much more. The nature of schizophrenia is such that individuals with this illness have difficulty in perceiving reality. In such situations, individuals can become a threat to themselves and their loved ones. Rehabilitation thus brings a necessity in the case of schizophrenia. The first step in the rehabilitation process involves insight building to help them understand the disorder and cope with it. Rehabilitation for schizophrenia involves community-based interventions, group therapies, family therapy, occupational therapy, and much more. The end goal of rehabilitation for persons with schizophrenia is the reduction of symptoms, improvement in functionality, and a return to the society.
Last time we looked at the engine itself, the pistons, the air, the fuel, the bang, but something has to decide how much fuel and exactly when to light it. That something is the ECU. This is lesson 1 of stage 1. ECU stands for Engine Control Unit. Forget the name. Just think of it as the brain of the engine. It's a small computer and it has one job: to run the engine thousands of times every second. It does that job in a simple loop: read, decide, act, over and over, faster than you can blink. First it reads. The ECU is wired to sensors all over the engine. One sensor tells it how fast the engine is spinning, another tells it how hard you're pressing the accelerator, another tells it how much air is coming in, how hot the engine is, whether it's knocking. Dozens of little reports constantly streaming in. Then it decides. Based on all those readings, the ECU works out what the engine needs right now, how much fuel to inject, exactly when to fire the spark. It's making those calls hundreds of times a second, adjusting to every change in load and speed. Then it acts. It sends the commands out: fire this injector now, light this spark now. The engine responds, the sensors read the result, and the whole loop starts again. Read, decide, act. Now here's the part that matters for everything we're going to do. How does the ECU know what to decide? Where does it get the answers from? From tables stored inside it, maps. The exact thing we talked about in the earlier lessons. How much fuel at this RPM and this load? How much timing at that one? Those maps are the engine's instructions, written by whoever built the file. And that is what tuning actually is. We are not touching the engine. We are not touching the sensors. We are changing the maps the ECU reads from, the instructions it follows. Better instructions, more power or more efficiency or both. Bad instructions, and you can wreck an engine without touching a single bolt. So the ECU reads the engine, follows its maps and controls the bang. Learn to read those maps and you're reading the mind of the engine. Next we look at the sensors feeding it. Stop trusting. Start reading. രക്തസമ്മർദ്ദം അധികരിച്ചു, ഹാർട്ട് അറ്റാക്ക് വർദ്ധിച്ചു. വലിയൊരു ശതമാനം ആളുകൾ മരിക്കുന്ന ഹാർട്ട് അറ്റാക്കാണ്. ഈ ഹാർട്ട് അറ്റാക്കിനെ നിയന്ത്രിക്കാൻ എന്തിനു കഴിയും? ചക്ക എന്നല്ല, എന്ത് ചക്ക? പച്ചച്ചക്ക കഴിക്കുക. പച്ചച്ചക്കയിലെ നാരുകൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കും, ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെയാക്കും. പഴയ കാലത്ത് അങ്ങനത്തെ സംഗതിയില്ല. കറന്റ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസിൻ്റെ പഠനം ഈ വർഷം പുറത്തുവന്ന പഠനം. എന്താണ് പഠനം? പച്ചച്ചക്കപ്പൊടി പതിവ് പ്രഭാത ഭക്ഷണത്തിന് പകരമായി നൽകിയപ്പോൾ രോഗികളുടെ ഹൃദയാരോഗ്യ സൂചകങ്ങൾ വലിയ പുരോഗതി രേഖപ്പെടുത്തി. അതായത് ഹാർട്ട് അറ്റാക്കാണ് സാധ്യത കുറഞ്ഞു. പച്ചച്ചക്കയുടെ പൊടി കൊടുക്കുക. പല നാടുകളിലും അവർക്കൊന്നും എന്തില്ല, ചക്കല്ല. അപ്പോൾ ഈ നാടുകളിൽ നിന്ന് കൊണ്ട് ഉണക്കിയ പൊടിയാണ് അവർ ഉപയോഗിക്കുന്നത്, അതും മതി. അപ്പോൾ പച്ചച്ചക്ക സ്ഥിരമായി ഉപയോഗിച്ച് അതിൻ്റെ ഗുണം എന്തായിരിക്കും? രോഗികളുടെ ടോട്ടൽ കൊളസ്ട്രോള്, അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ LDL, അതേപോലെ തന്നെ ഇതെല്ലാം വലിയ തോതിൽ കുറക്കാൻ ചക്കയിലെ ഘടകങ്ങൾക്ക് സാധിച്ചു. രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടഞ്ഞ് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിച്ചതായി ഈ പഠനം വ്യക്തമാക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമാണ് 2026 പുറത്തു വന്നത്. കറന്റ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസിൻ്റെ പഠനമാണ് ഈ പറഞ്ഞത്. ചക്കക്കുരു കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ചക്കക്കുരു വളരെ നല്ലതാണ്. ചക്കക്കുരു സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവില്ല? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. 2025 പഠനം. ചക്കയുടെ ചുള മാത്രമല്ല, ചക്കക്കുരു കൊളസ്ട്രോൾ